പ്രിയ പ്രേക്ഷകരെ, ഇനി നമ്മൾ പോകുന്നത് ഈ അന്താരാഷ്ട്ര തലത്തിലടക്കം ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നായിരുന്നു ക്രൂഡ് ഓയിൽ വിലയിലുണ്ടായ വലിയ വർധനവ്. അതിന് കാരണം പശ്ചിമേഷ്യയിലെ യുദ്ധമായിരുന്നു. ഒരു ബാരലിന് $140 വരെ വില ഉയർന്നിരുന്ന പശ്ചാത്തലമാണ് ഉണ്ടായിരുന്നത് എങ്കിൽ ഇപ്പോഴിതാ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിൻ്റെ വില കുത്തനെ ഇടിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അത് ലോകരാഷ്ട്രങ്ങൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്, പ്രത്യേകിച്ച് ഇന്ത്യ അടക്കം. കാരണം ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ആവശ്യത്തിൻ്റെ 85% ഇറക്കുമതി ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിലാണ്. എങ്ങനെയാണ് ഈ ക്രൂഡ് ഓയിൽ വില ഇന്ത്യയിൽ പ്രതിഫലനങ്ങൾ സൃഷ്ടിക്കുക, എന്താണ് പശ്ചാത്തലം, അതാണ് നമ്മൾ പരിശോധിക്കുന്നത്. യുദ്ധത്തിന് മുമ്പ്, അതായത് ഫെബ്രുവരി 28-നായിരുന്നു പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന് തുടക്കം കുറിച്ചത്. ആ സമയത്ത് അന്താരാഷ്ട്ര വിപണിയിലെ ക്രൂഡ് ഓയിൽ വില ഏതാണ്ട് 75-നും 80-നും ഇടയിലായിരുന്നു. അതായത് ഒരു വീപ്പയ്ക്ക് $80 വരെ എന്നതായിരുന്നു അന്ന് അന്താരാഷ്ട്ര വിപണിയിലെ വില എങ്കിൽ ഇപ്പോൾ ക്രൂഡ് ഓയിലിൻ്റെ വില യുദ്ധത്തിനു മുമ്പുള്ള വിലയേക്കാൾ താഴ്ന്നു നിൽക്കുന്ന സാഹചര്യം ആണ് ഉള്ളത് എന്നതാണ് എടുത്തു പറയേണ്ടത്. അത് മാത്രവുമല്ല, നേരത്തെ സൂചിപ്പിച്ചു, ഫെബ്രുവരി 28-ന് ഈ സംഘർഷം ആരംഭിക്കുന്നു. അതുമുതലുള്ള കണക്കുകൾ പരിശോധിച്ചാൽ കഴിഞ്ഞ 4 മാസത്തെ ഏറ്റവും കുറഞ്ഞ വിലയിലേക്ക് അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിൻ്റെ വില എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. നിലവിൽ ഒരു വീപ്പയ്ക്ക്, അതായത് ബാരലിന് $72 എന്ന നിലയിലാണ് അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിൻ്റെ വിപണനം നടക്കുന്നത് എന്നതാണ്. എന്താണ് ഈ വില കുറയാൻ പ്രധാന കാരണം? അതിൽ സംശയമൊന്നുമില്ല, പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന് കാര്യമായ അയവ് വന്നിരിക്കുന്നു. സമാധാന ചർച്ചകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയും ഇറാനും തമ്മിൽ ധാരണകൾ എത്തുകയും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുകയും ചെയ്യുന്നു. ഇസ്രയേലും ലെബനനും വെടിനിർത്തൽ കരാറിലേക്ക് ഏർപ്പെട്ടിട്ടുണ്ട്. ഹിസ്ബുള്ളയുമായുള്ള ആക്രമണം അവസാനിപ്പിച്ച ഒരു പശ്ചാത്തലം ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഹോർമോസ് കടലിടുക്കിലൂടെയുള്ള എണ്ണ നീക്കം ഇപ്പോൾ സജീവമായിരിക്കുകയാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. പ്രത്യേകിച്ച് ലോക വിപണിയുടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ലോകത്ത് എണ്ണ നീക്കത്തിൻ്റെ 20%-ലേറെ നടക്കുന്നത് ഈ ഹോർമോസ് കടലിടുക്കിലൂടെ ആണ് എന്നതാണ്. ഈ കടലിടുക്കിലൂടെ ഏതാണ്ട് എണ്ണ നീക്കം പൂർണ്ണമായ തോതിലേക്ക് എത്തിയിട്ടുണ്ട് എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വിവരമായി നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. അതോടൊപ്പം എടുത്തു പറയേണ്ടത്, ഇസ്രായേലും അമേരിക്കയും ചേർന്നുകൊണ്ട് ഇറാനെ ആക്രമിച്ചപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കയുടെ സൈനിക താവളങ്ങളിൽ ആയിരുന്നു പ്രധാനമായും ഇറാൻ തിരിച്ച് ആക്രമണം നടത്തിയത്. അതിൻ്റെ ഭാഗമായി തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ ഏറെയും ഈ ഉൽപാദനം, അതായത് ക്രൂഡ് ഓയിലിൻ്റെ ഉൽപാദനം നിർത്തിവെച്ചിരുന്ന സാഹചര്യം ആണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴിതാ അവർ ആ ഉൽപാദനം പുനരാരംഭിച്ചു എന്നതുകൂടിയാണ് ഈ അന്താരാഷ്ട്ര വിപണിയിലെ ക്രൂഡ് ഓയിലിൻ്റെ വില ഇടിയുവാൻ കാരണം എന്നുള്ളതാണ്. സ്വാഭാവികമായും ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് അന്താരാഷ്ട്ര വിപണിയിൽ ഇനിയും ക്രൂഡ് ഓയിലിൻ്റെ വില ഇടിയുമോ എന്നത് തന്നെയാണ്. അതിന് ഈ രംഗത്തുള്ള വിദഗ്ധർ നൽകുന്ന മറുപടികൾ ഇങ്ങനെയാണ്: എണ്ണ നീക്കം തടസ്സമില്ലാതെ തുടരണം. അതായത് നിലവിൽ ഹോർമോസ് കടലെടുക്കുക, അത് എപ്പോഴും നമുക്കറിയാം, ചില ഘട്ടങ്ങളിൽ ഇറാൻ അവിടെ വിലക്കേർപ്പെടുത്തും, ചില ഘട്ടങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തും, ചില ഘട്ടങ്ങളിലെങ്കിലും ഈ എണ്ണക്കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം മാറുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഹോർമോസ് കടലിടുക്കിലൂടെ അടക്കം എണ്ണ നീക്കം തടസ്സമില്ലാതെ തുടർന്നാൽ വില ഇനിയും കുറയും. അതായത് അന്താരാഷ്ട്ര വിപണി ക്രൂഡ് ഓയിലിൻ്റെ വില ഇനിയും കുറയുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. മറ്റൊന്ന്, ഒപെക് രാഷ്ട്രങ്ങൾ എന്നത് അന്താരാഷ്ട്ര വിപണിയിൽ ഈ ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്ന രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയാണ്. അവരാണ് പ്രധാനമായും അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിൻ്റെ വില നിശ്ചയിക്കുന്നതടക്കം. ഈ ഒപെക് രാഷ്ട്രങ്ങൾ ഉൽപ്പാദനം വർദ്ധിപ്പിച്ചാൽ തീർച്ചയായും അവർ യുദ്ധത്തിൻ്റെ അടിസ്ഥാനത്തിലും അതോടൊപ്പം തന്നെ വില പിടിച്ചു നിർത്തുന്നതിനും വേണ്ടി, അതായത് ചില ഘട്ടങ്ങളിൽ വില കുത്തനെ ഇടിയും, അത് തടയുന്നതിനും വേണ്ടിയാണ് ഒപെക് രാഷ്ട്രങ്ങൾ ഉൽപ്പാദനം നിയന്ത്രിക്കാറുള്ളത്. ഒരു പക്ഷേ ഇനി ഉൽപ്പാദനം വർദ്ധിപ്പിച്ചേക്കാം. അതിലേറെ പ്രസക്തമാകുന്നത് ഈ യുദ്ധ കാലഘട്ടത്തിലായിരുന്നു ഒപെക് രാഷ്ട്രങ്ങളിൽ ഇടം പിടിച്ചിരുന്ന യു എ ഇ ഒപെക്കിൻ്റെ രൂപീകരണ സമയത്തടക്കം UAE ഒപെക്കിൻ്റെ ഭാഗമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒപെക്കിന് പുറത്തു പോവുകയും ഒപെക്കിൽ നിന്ന് വ്യത്യസ്തമായി കുറഞ്ഞ വിലയ്ക്ക് ഇന്ധനം ഉൽപ്പാദിപ്പിക്കുകയും മറ്റ് രാജ്യങ്ങൾക്ക് നൽകുകയും ചെയ്യും എന്നുള്ളതാണ് UAEയുടെ നിലപാട്. UAE മത്സരാധിഷ്ഠിതമായി വില കുറച്ചാൽ അത് അന്താരാഷ്ട്ര വിപണിയിൽ പ്രതിഫലിക്കും എന്നാണ് ഇപ്പോൾ പൊതുവിൽ പറയപ്പെടുന്നത്. ഒപ്പം ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് അവർ ഉൽപ്പാദിപ്പിച്ചാൽ മാത്രം പോരാ, ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് കയറ്റുമതി വേഗത്തിലാക്കണം എന്നതുകൂടിയാണ് ഇപ്പോൾ പ്രധാനമായും നിരീക്ഷിക്കേണ്ടത്. തീർച്ചയായും ഈ എണ്ണ വിപണിയിൽ ഉണ്ടായിട്ടുള്ള മാറ്റം അത് ഇന്ത്യയിൽ പ്രതിഫലിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യയുടെ ആവശ്യത്തിൻ്റെ 85% നമ്മൾ ഇറക്കുമതി ചെയ്യുകയാണ്. യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആഭ്യന്തര ഉൽപ്പാദനം ഇന്ത്യ വർദ്ധിപ്പിക്കുകയും ഇന്ധന ഉപയോഗക്രമത്തിലടക്കം മാറ്റങ്ങൾക്ക്, നമുക്കറിയാം ഇപ്പോൾ തന്നെ ഈ പെട്രോൾ ഡീസൽ എന്നതിന് പകരമൊക്കെ പുതിയ ഇന്ധന സാധ്യതകൾ അടക്കം പരീക്ഷിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നതെല്ലാം നമ്മൾ നേരത്തെ പങ്കുവച്ചിട്ടുള്ളതാണ്.
എന്തായാലും ഇപ്പോൾ ഈ അന്താരാഷ്ട്ര വിപണിയിലെ ക്രൂഡ് ഓയിലിന്റെ വില കുറയുമ്പോൾ അത് രാജ്യത്തിന്റെ ഇറക്കുമതി ചെലവ് കുറയ്ക്കും എന്നുള്ളതാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം ഇന്ത്യയിലേക്ക് പല ഉൽപ്പന്നങ്ങളും ഇറക്കുമതി ചെയ്യുന്നതിന് വലിയ തുക നൽകേണ്ടതായി വന്നിരുന്നു. അതിന് കാരണം ഈ ചരക്ക് നീക്കത്തിനെ ബാധിക്കുന്ന ഒന്നാണല്ലോ ഇന്ധനവില എന്നത്. പ്രത്യേകിച്ച് വിമാനങ്ങളിൽ അടക്കം കപ്പലുകളിൽ അടക്കം ഒക്കെയുള്ള ചരക്ക് നീക്കത്തെ ബാധിക്കുന്ന ഒന്നാണ് ഇന്ധനവില എന്നതുകൊണ്ട് ഇന്ധനവില കുറയുമ്പോൾ അത് ഇറക്കുമതി ചെലവ് കുറയും. മറ്റൊന്ന്, രാജ്യത്തിനകത്ത് തന്നെ നടക്കുന്ന ചരക്ക് നീക്കമുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ കേരളത്തിൽ നിന്ന് കർണാടകത്തിലേക്ക്, തമിഴ്നാട്ടിലേക്ക്, ആന്ധ്രയിലേക്ക്, തെലങ്കാനയിലേക്ക്, കശ്മീരിലേക്കൊക്കെ പലപ്പോഴും റോഡ് വഴി ട്രാൻസ്പോർട്ടേഷൻ നടത്താറുണ്ട് എന്നതാണ്. പലചരക്ക് സാധനങ്ങൾ, പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ ഒക്കെ പ്രധാനമായും റോഡ് മാർഗമൊക്കെയാണ് എത്തുന്നത്. അപ്പോൾ ഇന്ധനത്തിൻ്റെ വില കുറയുന്നുവെങ്കിൽ അത് വിപണിയിൽ പ്രതിഫലിക്കും, ചരക്ക് നീക്കത്തിനുള്ള ചെലവ് കുറയും. പക്ഷേ അതിന് രാജ്യത്തെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ഒക്കെ വില കുറയ്ക്കണം. അത് സാധ്യമാകുമോ എന്നതിലേക്ക് നമ്മൾ വരാം. മറ്റൊന്ന്, വിപണി പൂർണ്ണമായും ഉണരും എന്നുള്ളതാണ്. അതായത് പൊതുവിൽ വില കുറയുന്നു, ഉൽപ്പന്നങ്ങൾക്ക് വില കുറയുന്നു, സേവനങ്ങൾക്ക് വില കുറയുന്നു, അത് വിപണിയിൽ പ്രതിഫലിക്കും, ജനങ്ങളുടെ വാങ്ങൽ ശേഷി കൂടും, അങ്ങനെ കൂടുതലായി വിപണി ഉണരും എന്നുള്ളതാണ്. മറ്റൊന്ന്, രൂപയുടെ മൂല്യം തുടർച്ചയായി തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം തകർന്നുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ്. രൂപയുടെ മൂല്യം ഇടിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു എന്നതാണ്. പക്ഷേ ഇനി രൂപയുടെ മൂല്യം പിടിച്ചു നിർത്താൻ ഒരു പരിധിവരെ ഇന്ധന വിലയിലുണ്ടായ കുറവ് സഹായകരമാകുമെന്നാണ് നിരീക്ഷിക്കപ്പെടുന്നത്. മറ്റൊന്ന്, വില കുറയുമ്പോൾ സ്വാഭാവികമായും രാജ്യത്തെ പണപ്പെരുപ്പ നിരക്കും കുറയും എന്നുള്ളതാണ്. ഇന്ത്യയുടെ ആഭ്യന്തര വളർച്ചയെ GDP അടക്കം ബാധിക്കുന്ന ഒന്നാണ് പണപ്പെരുപ്പ നിരക്ക്. അതിലും കാര്യമായ പുരോഗതി ഉണ്ടാകും. നിലവിൽ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില കുറഞ്ഞ പശ്ചാത്തലത്തിൽ വിമാന കമ്പനികളോട് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെടുകയാണ്, അതായത് അധിക ചാർജ് ഒഴിവാക്കണം എന്ന്. നിലവിൽ ഈ വിമാന കമ്പനികൾ എല്ലാം തന്നെ അവരുടെ വിമാന ചാർജ് 3 ഇരട്ടി വരെയൊക്കെയാണ് വർദ്ധിപ്പിച്ചത്. വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന ഇന്ധനത്തിൻ്റെയും ലഭ്യത കുറയുകയും വില വർദ്ധിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ മറ്റു പോംവഴികൾ ഇല്ലാതെയായിരുന്നു വിമാന കമ്പനികൾ ഈ നിലയിൽ നിരക്ക് ഉയർത്തിയത്. അത് കുറയ്ക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായും വരും ദിവസങ്ങളിൽ നിരക്ക് കുറയും എന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ. ഒപ്പം ഏറ്റവും എടുത്തു പറയേണ്ടത്, അതായത് സാധാരണക്കാരായ ആളുകളെ, കേരളത്തിലെ ഹോട്ടൽ വ്യവസായികളെ ഒക്കെ ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം എന്നത് വാണിജ്യ LPGക്കുള്ള നിയന്ത്രണം കേന്ദ്ര സർക്കാർ നീക്കി എന്നുള്ളതാണ്. അതായത് യുദ്ധം ആരംഭിച്ച പശ്ചാത്തലത്തിൽ വാണിജ്യ സിലിണ്ടറുകളുടെ ലഭ്യത കുറഞ്ഞിരുന്നു, LPGയുടെ ലഭ്യത കുറഞ്ഞിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾക്കും തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കും കേന്ദ്ര ഭരണ പ്രദേശങ്ങൾക്കും ഒക്കെ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു. അതായത് വിപണിയുടെ ആവശ്യമനുസരിച്ച് മാത്രമേ ഇത് നൽകാവൂ എന്നുള്ളത്. ഈ ഹോട്ടൽ മേഖലയിലൊക്കെ ഏതാണ്ട് 20% കുറച്ചു എന്നുള്ളതാണ്. 100% നിന്ന് 20% എന്ന നിലയിലേക്ക് LPGയുടെ ലഭ്യത കുറഞ്ഞു. നമുക്ക് ചുറ്റും കണ്ണോടിച്ചാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പല ഹോട്ടലുകളും വിറകടുപ്പുകളിലേക്ക് മാറിയിരുന്നു എന്നത് ഈ പ്രതിസന്ധി കാരണമാണ്. ഇനി ഹോട്ടലുകൾക്ക് ആശ്വസിക്കാം, അവർക്ക് തീർച്ചയായും LPG 19 കിലോ വരുന്ന വാണിജ്യ സിലിണ്ടറുകൾ അനായാസം ലഭിക്കും എന്നുള്ളതാണ്. അങ്ങനെ ഹോട്ടലുകൾ ഉയരും. പക്ഷേ അവിടെ ഒരു പ്രതിസന്ധിയുള്ളത്, നിലവിൽ 19 കിലോയുടെ സിലിണ്ടറിന് 3131 രൂപ ആണ് ഈ വാണിജ്യ ആവശ്യത്തിന് വേണ്ടി സിലിണ്ടർ വാങ്ങുന്നവർ നൽകേണ്ടത്. നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കുന്ന ഹോട്ടലുകളിൽ ലഭിക്കുന്ന 19 കിലോ സിലിണ്ടറിൻ്റെ ഇപ്പോഴത്തെ വില 3131 അതായത് നേരത്തെ യുദ്ധത്തിന് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ 1500 രൂപയുടെ വർധനവാണ് വരുത്തിയത്. ഏതാണ്ട് ഇരട്ടി വിലയാണ് ഇപ്പോൾ ഉള്ളത് എന്നതാണ് എടുത്തു പറയേണ്ടത്. തീർച്ചയായും ഈ നിയന്ത്രണം മാറുന്നു എന്നത് ഹോട്ടൽ വിപണിയിൽ ഉണർവുണ്ടാക്കും. ഹോട്ടൽ റെസ്റ്റോറൻറ്റ് മേഖല തിരിച്ചുവരും. അടച്ചുപൂട്ടിയ, അതായത് വിറകടുപ്പ് കൊണ്ട് പ്രവർത്തിക്കാൻ പറ്റാത്ത ഹോട്ടലുകൾ തീർച്ചയായും തിരിച്ചുവരും എന്നതാണ് എടുത്തു പറയേണ്ടത്. ഒപ്പം ഈ ക്രൂഡ് ഓയിൽ ലഭ്യത കുറഞ്ഞതോടെ നമ്മുടെ മരുന്ന് വിപണി വലിയ പ്രതിസന്ധിയാണ് നേരിട്ടത്. പ്ലാസ്റ്റിക് ഉൽപ്പാദന മേഖല, പ്ലാസ്റ്റിക് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്ന വ്യവസായം വലിയ പ്രതിസന്ധി നേരിട്ടിരുന്നു. പെയിന്റ് വ്യവസായം, പെയിന്റിൽ അസംസ്കൃത വസ്തുവായി ഉപയോഗിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ പെയിന്റ് വ്യവസായം വലിയ പ്രതിസന്ധിയായിരുന്നു. രാസവള നിർമ്മാണ മേഖല പ്രതിസന്ധിയിലായിരുന്നു. കാരണം ഈ ഫാക്ടറികൾക്ക് പ്രവർത്തിക്കണമെങ്കിൽ ഇന്ധനം ആവശ്യമായിരുന്നു, അത് വലിയ പ്രതിസന്ധിയായിരുന്നു. അപ്പോൾ രാസവള മേഖലയിലടക്കം ഇനി ഉൽപ്പാദനം വർദ്ധിപ്പിക്കും. മറ്റൊന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച വ്യോമയാന മേഖലയാണ്. വ്യോമയാന മേഖലയിൽ ടിക്കറ്റ് നിരക്കുകൾ കുറയുമ്പോൾ മറ്റ് ഗതാഗത മാർഗങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് യാത്ര ചെയ്യുന്നു. നിരവധിയായ മലയാളികൾ ഡൽഹിയിൽ യാത്ര ചെയ്യുന്നുണ്ട്. പല ആളുകളും സമയം ലാഭിക്കുന്നതിന് വേണ്ടി വിമാനമാർഗമാണ് യാത്ര ചെയ്തിരുന്നത്. വളരെ പെട്ടെന്ന് 3 മണിക്കൂർ കൊണ്ടൊക്കെ ഡൽഹിയിലെത്താം. പക്ഷേ അങ്ങനെയുള്ള ആളുകൾ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ചതോടെ ട്രെയിൻ യാത്രയിലേക്ക് മാറിയിരുന്നുവെങ്കിൽ അവരൊക്കെ ഇനി വ്യോമയാന മേഖലയിലേക്ക് തന്നെ തിരിച്ചുവരും, വ്യോമ ഗതാഗതത്തിലേക്ക് തന്നെ തിരിച്ചുവരും എന്നതാണ്. അപ്പോൾ ആ മേഖലകളിൽ ഉണർവുണ്ടാകും. ഇനി ഉജ്ജ്വൽ യോജന പ്രകാരം
ഗാർഹിക ഉപഭോക്താക്കൾ സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നുണ്ട്. അവർക്ക് ആശ്വസിക്കാൻ വകയില്ല എന്നതാണ് ഈ ഘട്ടത്തിൽ പറയേണ്ടത്. കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത് നിലവിൽ 4 സിലിണ്ടറുകൾ ആണ് സബ്സിഡി നിരക്കിൽ ഈ ഉജ്ജ്വൽ യോജന പ്രകാരം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ അത് 9 സിലിണ്ടറുകൾ ആയിരുന്നു. അത് 4ലേക്ക് വെട്ടിച്ചുരുക്കിയെങ്കിലും താൽക്കാലികമായി ഇതിൽ മാറ്റമൊന്നും ഉണ്ടാകില്ല. വളരെ പെട്ടെന്ന് ഈ സിലിണ്ടറുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ പോകുന്നില്ല എന്നതാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളത്. ഏറ്റവും എടുത്തു പറയേണ്ടത് ഇനി പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കുറയുമോ എന്നതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തീർച്ചയായും നമുക്കുണ്ടാകുന്ന സംശയമാണ്. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിൻ്റെ വില കുത്തനെ കുറഞ്ഞു. അപ്പോൾ അത് ഇപ്പോൾ തന്നെ പ്രതിഫലിക്കേണ്ടതല്ലേ? അവിടെ പ്രേക്ഷകരെ ഒന്ന് ഓർമ്മിപ്പിക്കാനുള്ളത്, ഫെബ്രുവരി 28-നാണ് ഈ യുദ്ധം ആരംഭിച്ചത് എങ്കിലും ജൂൺ മാസത്തോടു കൂടി, മെയ് പകുതിയോടു കൂടിയാണ് രാജ്യത്ത് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിപ്പിച്ചത് എന്നതാണ്. അതിന് കാരണമെന്നത് രാജ്യത്തൊരു നിശ്ചിതമായ ശേഖരം പെട്രോളും ഡീസലും ഒക്കെ ഉണ്ട്, ഇന്ധനമുണ്ട് എന്നതാണ്. പിന്നീട് രാജ്യത്തേക്കുള്ള ഇറക്കുമതി കുറയുന്നു, വരവ് കുറയുന്നു. അങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ആയിരുന്നു ഏതാണ്ട് 10 രൂപയോളം ലിറ്ററിന് വില വർദ്ധിപ്പിക്കേണ്ടി വന്നത്. അത് തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്ന നിരീക്ഷണം കൂടി ഉണ്ടായിരുന്നു കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ. എന്തു തന്നെയാണെങ്കിലും ഇപ്പോൾ മാത്രമാണ് അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിൻ്റെ വില കുറഞ്ഞിട്ടുള്ളത്. ആ കുറഞ്ഞ നിരക്കിൽ ഉള്ള ഇന്ധനം അന്താരാഷ്ട്ര വിപണിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തേണ്ടതുണ്ട്. ആ ഇന്ധനം പ്രോസസ്സ് ചെയ്തിട്ടാണ് പെട്രോളും ഡീസലും എല്ലാം വേർതിരിച്ചെടുക്കുന്നത്. അപ്പോൾ ആ ഘട്ടത്തിൽ മാത്രമായിരിക്കും ഇന്ത്യയിൽ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കുറയുകയുള്ളൂ എന്നതാണ് ഒന്നാമത്തെ പോയിന്റ്. മറ്റൊന്ന്, നിലവിൽ ഈ ക്രൂഡ് ഓയിലിൻ്റെ വില അന്താരാഷ്ട്ര വിപണിയിൽ കൂടിയപ്പോൾ തന്നെ 10,000-കണക്കിന് കോടി രൂപയുടെ നഷ്ടത്തിൽ ആണ് ഇന്ത്യയിലെ എണ്ണ കമ്പനികൾ പ്രവർത്തിച്ചിരുന്നത് എന്നതാണ് അവരുടെ കണക്കുകൾ. HP ആകട്ടെ, BP ആകട്ടെ, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ പമ്പുകൾ ആകട്ടെ, ഇത്തരം പമ്പുകൾ ഉൾപ്പെടെ 10,000-കണക്കിന് രൂപ, 10,000-കണക്കിന് കോടിയുടെ നഷ്ടം ആണ് സഹിച്ചിരുന്നത്. അങ്ങനെയാണ് വില വർദ്ധിപ്പിക്കാൻ സാഹചര്യം സൃഷ്ടിച്ചത്. പക്ഷേ അപ്പോഴും ഈ നഷ്ടം നികത്തപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ഒരു പക്ഷേ ഇപ്പോൾ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിൻ്റെ വില കുറഞ്ഞിരിക്കുകയും രാജ്യത്ത് വില കുറയാതിരിക്കുകയും ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് ഈ നഷ്ടം നികത്താൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ നഷ്ടം നികത്തിയാൽ ദീർഘകാല അടിസ്ഥാനത്തിൽ വില കുറയ്ക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു നിരീക്ഷണം. അതോടൊപ്പം തന്നെ ഈ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ഒക്കെ വില നിശ്ചയിക്കുന്നതിൽ നികുതി ഘടന വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ഘട്ടത്തിൽ എക്സൈസ് ഡ്യൂട്ടി ഉൾപ്പെടെയൊക്കെ പിൻവലിച്ച സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ വിവിധ സംസ്ഥാനങ്ങൾ നികുതിയിൽ ഇളവ് വരുത്തിയിരുന്നു. ഈ ബജറ്റിൽ അത്തരം ഇളവുണ്ടാകുമോ എന്ന് നമ്മൾ പ്രതീക്ഷിച്ചതാണ്. പക്ഷേ സംസ്ഥാന സർക്കാർ അത്തരത്തിൽ നികുതി ഘടനയിൽ മാറ്റം വരുത്തിയിട്ടില്ല. അപ്പോൾ നികുതി ഘടനയെ കൂടി ആശ്രയിച്ചിരിക്കും. മറ്റൊന്ന്, ഈ റിഫൈനറികൾക്കുണ്ടാകുന്ന മാർജിൻ, അതായത് ഓരോ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക്, വ്യത്യസ്തമായ രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് ഈ ഇന്ധനം എത്തിക്കുന്നത്. അപ്പോൾ ഓരോ റിഫൈനറികൾക്കുമൊക്കെ ലഭിക്കുന്ന ഇന്ധനത്തിൻ്റെ മാർജിൻ, ഒപ്പം ബൾക്കായി പർച്ചേസ് ചെയ്യുമ്പോഴുണ്ടാകുന്ന പ്രതിസന്ധി, ഇത്തരം കാര്യങ്ങളെല്ലാം പരിശോധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ധന നിർമ്മാണത്തിലടക്കം വന്നിട്ടുള്ള മാറ്റങ്ങൾ നമുക്കറിയാം. ഈ യുദ്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ധന ഉൽപ്പാദനത്തിൽ എന്ന് മാത്രമല്ല കേരളത്തിൽ പോലും കൂലി വർദ്ധിച്ച ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. നമുക്കറിയാം, ഈ ബംഗാളികളൊക്കെ പോയി മടങ്ങിയെത്തിയപ്പോൾ അവർ കൂലി കുത്തനെ കൂട്ടി. അതുപോലെ തന്നെയാണ് ഇന്ധന കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉൽപ്പാദന ചെലവ് വർദ്ധിച്ചു, മാർക്കറ്റിംഗ് ചെലവ് വർദ്ധിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇനി ഈ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ പഴയ നിലയിലേക്ക് തിരികെ എത്തണം. അതിന് കാലതാമസം ഉണ്ടാകും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ തീർച്ചയായും ഈ ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും വില കുറയാൻ അല്പം കൂടി കാത്തിരിക്കേണ്ടതായി വരും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതല്ല എങ്കിൽ വളരെ പ്രധാനപ്പെട്ട, അതായത് നഷ്ടം സഹിച്ചുകൊണ്ട് മറ്റ് നിലയിൽ ഈ എണ്ണക്കമ്പനികളുടെ നഷ്ടം നികത്തിക്കൊണ്ടുള്ള സുപ്രധാനമായ തീരുമാനം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. കേന്ദ്ര സർക്കാർ ഇപ്പോൾ മന്ത്രിസഭാ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ചർച്ചകളടക്കം നടത്തുന്നു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ അത്തരത്തിലുള്ള അപ്രതീക്ഷിതമായ പ്രഖ്യാപനം ഉണ്ടായേക്കാം. പക്ഷേ അത്ഭുതങ്ങൾ സംഭവിക്കുന്നില്ല എങ്കിൽ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കുറയുന്നതിന്, ഒപ്പം LPGയുടെ വില കുറയുന്നതിന് നമ്മൾ കാത്തിരിക്കണം എന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത്.